ആര്? ശേരുവല്ലേ? ആരവങ്ങൾ തേരോടിക്കുന്ന പാരാവാരത്തിൽ വാരിയല് ഊരിയ പോലെ ചാടിയിരിക്കുന്നത്? എന്റെ പേര് ശേരു എന്നാണോ എന്നല്ലേ ചോദിച്ചത്? അതെ, ഇത് സൂത്രൻ. ഓ, വൃദ്ധന്മാരെ പോലെ ബുദ്ധിസിദ്ധിയുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ബന്ധപ്പെടുന്ന ശുദ്ധൻ. എടാ, അവനോട് മിണ്ടാതിരിക്കാൻ പറ. സ്ഥലം വിട്ടോ, കടിയനകത്ത് ആരെയും കാണാതിരിപ്പാ. കാണാതിരിക്കാൻ കാരണം നാണമാണോ, ക്ഷീണമാണോ, വീണതാണോ? ആ വിഡ്ഢിയോട് മിണ്ടരുതെന്ന് പറയാൻ കേട്ടിട്ട് തലവേദനിക്കുന്നു. പോടാ, പറഞ്ഞില്ലേ കടിയൻ ചേട്ടൻ ആരെയും കാണുന്നില്ല. വന്യമൃഗങ്ങളുടെ മാന്യത ശൂന്യമാണെന്ന്. നിന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട്. ആ വീട്ടിൽ പോയോ? ശല്യം. അയ്യോ ചേട്ടാ, ഇവനെ ഇവിടെ തന്നെ ഇരുത്തിയോടെ കഴുതകളെ. കടിയന്റെ അമ്മൂമ്മ. എനിക്ക് മുഴുവൻ മനസ്സിലായില്ല. എന്റെ മോനെ എനിക്ക് ഇപ്പൊ കാണണം. കടിയാ, അയ്യോ പോകല്ലേ. എടാ ദ്രോഹി. അമ്മൂമ്മയെ കടിയൻ ദ്രോഹി എന്നാണോ വിളിക്കുന്നത്? അത് നമ്മളെ വിളിച്ചത് അമ്മൂമ്മയെ കടത്തി വിട്ടതിന്. കടിയാൻ ചേട്ടന് എന്തോ പ്രശ്നമുണ്ടെന്ന് കേട്ടല്ലോ, ഒന്ന് കാണാൻ പറ്റുമോ? ഒരു പ്രശ്നമില്ല, കാരണമെന്ന് മാത്രം പറയരുത് പ്ലീസ്. കടിയൻ ചേട്ടന് മാനസികമായ എന്തോ കുഴപ്പമുണ്ടല്ലോ, പുറത്തിറക്കുന്നില്ലെന്ന് കേട്ടല്ലോ. ഒരു കുഴപ്പമില്ല, ഉച്ചലക്ഷണം കാരണമാ അകത്തിരിക്കുന്നത്. പുറത്തിറങ്ങുമ്പോഴൊക്കെ ഭയങ്കര ആക്രമമാണെന്ന് കേട്ടു. വെളിച്ചം കണ്ടാൽ ദേഷ്യം വരുന്നൊരു സൂക്കേടുണ്ട്. എന്റെ അപ്പൂപ്പനാ രോഗം വന്നാ ചത്തത്. എനക്ക് സംശയം ആ സൂത്രനെ ശരവനെയുമാ. അവന്മാരുടെ കളിയാണോ എന്ന് സംശയിക്കണം. സംശയിച്ചോളാം. രോഗം വന്ന കടിയനെ അവർ തടവിൽ വച്ചിരിക്കുകയാ, വൈദ്യരെ കാണാൻ സമ്മതിക്കാതെ. ശരിയാ, അല്ലാതെ പുച്ഛം കാരണം ആരെങ്കിലും ഗുഹയിൽ കയറി ഇരിക്കുമോ? കടിയനാണൊരു പോക്കിരിയ, എന്നാലും ഇതിങ്ങനെ വിടാൻ പറ്റില്ല. സത്യം നമുക്കറിയണം. വാടാ, കഴിയുന്നത്ര ആളെ കൂട്ടി നമുക്കങ്ങ് ചെല്ലാം. എന്റെ കാട്ടുമുത്തപ്പാ, പുഞ്ചപ്പുച്ചം പറഞ്ഞത് ശരിയാ. കുറെ കാലമായി കാണാതിരുന്ന സകല ഏടാകുളങ്ങളും ഉണ്ട്. ഞങ്ങളിവിടെ ഇരിക്കും, അടിയനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഹലോ. കരുനാക്കൻ. എല്ലാവരും കൂടെ ഇങ്ങനെ ചാരി ഇരുന്നാൽ ഗുഹ ഇടിഞ്ഞു പൊടിഞ്ഞ് വീഴുമെന്നാ എന്റെ സംശയം. നമസ്കാരം കടിയൻ ചേട്ടാ, ഇപ്പോ എങ്ങനെയുണ്ട്? എന്റെ കാട്ടുമുത്തപ്പാ. വാളിന്റെ ബലത്തിൽ സൂത്രൻ ചുറ്റുമെന്ന് പുച്ചക്കാരൻ പറഞ്ഞിരുന്നു. കടിയന്റെ പുച്ഛലക്ഷണം ശരിയായി അല്ലേ? മൂപ്പര് ശരീരവേദനയ്ക്കുള്ള മരുന്ന് വാങ്ങാൻ വന്നിരുന്നു. അയ്യോ, 1 മണിക്കൂർ തുടർച്ചയായി ഇടിച്ചാൽ ഇടി കൊണ്ടവന് മാത്രമല്ല ഇടിച്ചവന് ശരീരവേദന വരും വൈദ്യരേ.